മലയാളം എന്ന് പറയുന്നത് എൻ്റെ അമ്മ വീട് പോലെയാണ്. വിത്ത് യുവർ പെർമിഷൻ ക്യാൻ ഐ ഇമിറ്റേറ്റ് യു സർ ഫസ്റ്റ്? ശരി, കാട്ടിങ് പരവായില്ലേ എന്നെ കാട്ടിങ്ങിന്. ഓക്കെ, താങ്ക് യു. അത് പറഞ്ഞോ. ഇപ്പൊ തെന്നാലിയൊക്കെ നടക്കുമ്പോഴും ഡയലോഗ്സ് മാറ്റും, പെട്ടെന്ന് പൊസിഷൻ മാറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ അതിനനുസരിച്ച് എങ്ങനെ നോക്കി നിൽക്കണം. அது இப்போ அந்த பண்றது அது வந்து இப்போ பண்றது கடைசியில பண்ணிட்டு அதை முதல்ல வச்சுட்டு இது வச்சுக்கலாம். அது ടോട്ടലാ ചേഞ്ച് பண்ணி ഈ പടം ഏന്ന് മാറ്റിക്കൊണ്ട്. ശരി സാർ, അത് കോയമ്പത്തൂർ എയർപോർട്ടിൽ ഞാൻ ഇറങ്ങി ആ ഊട്ടി റോഡിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ നോക്കുമ്പോൾ വലിയൊരു പ്രതിസാറിന്റെ തലയും വെച്ച് പശിക്കുന്ന മണിയുന്ന ഹോട്ടലിൽ ഞാൻ വേഗം അത് വീഡിയോയിൽ എടുത്തിട്ട് അപ്പത്തിന് സാറിന് അയ്യാ തൊന്തരവ് താങ്ക മുടിയില്ലേപ്പാ അയ്യോ. ഹായ് സാർ. ഹായ്, വെൽക്കം ടു ഫിലിം കമ്പാനിയൻ സൗത്ത്. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ സാർ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ സാർ. എനിക്കാണ് ഒരു കന്നഡ ഫിലിമില്ലേ ഗോസ്റ്റിന്റെ പ്രസ് കോൺഫറൻസിന്റെ അന്നാന്ന് തോന്നുന്നു സാറ് എനിക്കാണ് കുറച്ച് കാഷ്വൽ ആയിട്ടായിരിക്കും പറഞ്ഞേ. പക്ഷെ പറഞ്ഞത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു സങ്കടമായിരുന്നു. അന്ന് സാർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ കോവിഡിന്റെ സമയത്തൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ മലയാള സിനിമ വരണമെങ്കിൽ വേണ്ട, വളരെ നല്ല സിനിമ വന്നാൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ സാർ കുറച്ച് കാഷ്വലായിട്ട് പറഞ്ഞു. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ കുറച്ചൊരു വിഷമമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പോൾ സാറിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഡിസിഷൻ ഉണ്ടാക്കാൻ? മലയാളം എന്ന് പറയുന്നത് എൻ്റെ അമ്മ വീട് പോലെയാണ്. ഞാൻ ജനിച്ചു വളർന്ന വീടാണ്. എനിക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്ന വീടാണ്. എനിക്കൊരു ലൈഫ് ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ ഏത് സമയത്തും എനിക്ക് പോകാനും വരാനും എല്ലാം ഉള്ള സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ 2020 കോവിഡൊക്കെ വന്ന സമയത്ത് ലോകം മുഴുവൻ വീടിനകത്ത് അടച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക എൻ്റെ ഭാര്യയും മക്കളുമായിട്ടാണ്. അപ്പം ഇങ്ങനെ മോനും വൈഫൊക്കെ പറഞ്ഞു, ഒരു സിനിമ ചെയ്യുന്നത് ഒന്നൊരു ബ്രേക്ക് ചെയ്ത് നോക്കി, ഒരു നല്ല പ്രോജക്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. എല്ലാ ഭാഷയിലും ഇല്ല, മലയാളത്തിൽ. ബാക്കി മറ്റു ഭാഷകൾ ജോലി ചെയ്യാൻ തെലുങ്കും കന്നഡവും തമിഴും ബാക്കി ഭാഷകളിലൊക്കെ 360 ദിവസം ജോലി ചെയ്യാനുള്ള സിനിമകളുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മലയാളത്തിൽ ഒന്നുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു നല്ല പ്രോജക്റ്റ്. അങ്ങനെ എനിക്ക് വന്ന നല്ല പ്രോജക്റ്റാണ് മകൾ എന്നുള്ളത്, സത്യനന്ദിക്കാടിൻ്റെ. അത് ഞാൻ ഇന്നും ഞാൻ സത്യേട്ടൻ്റെ ചെയ്ത പടങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സിനിമകളിലൊന്നാണ്. അപ്പം അതും കഴിഞ്ഞ് പിന്നെയും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം ആ സമയത്താണ് മിഥുൻ മാനുവൽ ഈ കഥ പറയുന്നത്. കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ എബ്രഹാം ഓസ്ലർ എന്ന് ഫസ്റ്റ് ടൈറ്റിൽ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ആക്ഷൻ? പുള്ളി പറഞ്ഞ ആക്ഷനേ ഇല്ല, ആക്ഷനുള്ള സിനിമയല്ല. അങ്ങനെ ഭയങ്കര ആക്ഷൻ കാണണമെങ്കിൽ ഇപ്പം മലയാളികൾക്ക് എത്രയോ ഭാഷകളില്ലേ. അതിനിപ്പോൾ നാളെ ഈ ജയറാം ഈ പ്രായത്തിൽ പോയിട്ട് വിഷും കാണിച്ചാൽ കാണാനൊരു മനുഷ്യണ്ടാവില്ലേ. അപ്പോൾ ഒരു ക്രൈം ത്രില്ലർ, ഒരു ഇമോഷണൽ ഡ്രാമയാണ്. കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായി തോന്നി. ഈ ഹെവി ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് എന്നിൽ സുരക്ഷിതമാണോ? പുള്ളി പറഞ്ഞു എനിക്കത് കോൺഫിഡൻ്റ് ആണ്, ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുന്നു. പക്ഷെ സാറിന് എപ്പോഴും തോന്നിയിട്ടുണ്ട് സാർ വേണ്ടത്ര ചൂസി ആയിരുന്നില്ല എന്ന്? കാരണം അവരിങ്ങനെ പറയുമ്പോൾ, സാറിന്റെ ഫാമിലി തന്നെ അങ്ങനെ പറയുമ്പോൾ സാർ ചൂസി ആയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും. അതുകൊണ്ടാണ്. അപ്പൊ അതായത് ജീവിക്കാൻ വേണ്ടി സിനിമ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ചെയ്യുന്നത് വർഷത്തിൽ ഒരു സിനിമ അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരു സിനിമ ചെയ്താലും ഒരു ക്വാളിറ്റി ഉള്ള സിനിമ ചെയ്യണം. സിനിമ ഓടും ഇല്ല എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ പ്രേക്ഷകരാണ് തീരുമാനിക്കുക. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം എന്നാലും ഒന്നൊരു കോൺഫിഡൻ്റ് ഉള്ള സിനിമകൾ ചെയ്യണം എന്ന് തോന്നി. അങ്ങനെയാണ് ഓസ്ലറിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷെ ആ സമയത്ത് അങ്ങനെയായിരുന്നു തോന്നുന്നില്ല സ്റ്റൈൽ 90s 20s 2000s നമുക്കൊരു ട്രസ്റ്റ് അല്ലേ, ആ ഒരു ട്രസ്റ്റിൽ ചെയ്യാന്നല്ല. അത് പിന്നെ എങ്ങനെയാണ്? ഒരു സിനിമ കഴിഞ്ഞാൽ സത്യനന്ദിക്കാടിന്റെ കഴിഞ്ഞാൽ പോകുന്നത് സിബിയുടെ പിറക്കാണ്, സിബിയുടെ കഴിഞ്ഞാൽ പോകുന്നത് രാജസേന്റെ സിനിമയ്ക്കാണ്, രാജസേന്റെ കഴിഞ്ഞാൽ ഐശ്വര്യ, അത് കഴിഞ്ഞാൽ ഭരതന്റെ, അങ്ങനെ പോകുന്നത്. അതൊരു കോൺഫിഡന്റ് ആലോചിക്കാൻ സമയമൊന്നുമില്ല. ഒന്നുമില്ല. റൈറ്റേഴ്സും അങ്ങനെയല്ലേ, ഒരു പറയുന്നത് ശ്രീനിവാസനാണ്, ഒരു പറയുന്നത് ലോഹിദാസാണ്, ഒരു എന്താണ്. പക്ഷെ സാറിന് ഇപ്പോ ഈ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ വരുമ്പോ തന്നെ ഇതിപ്പോ എനിക്ക് തോന്നുന്നു 5ാം പാതിര കഴിഞ്ഞിട്ട് എല്ലാരും എനിക്ക് തോന്നുന്നു മിഥുനെ ഒരു ത്രില്ലർ ഡയറക്ടർ ആക്കി മാറ്റി. പക്ഷെ ത്രില്ലർ അത്രയും തന്നെ സൂപ്പർ ഹിറ്റ് ഉണ്ട് അല്ലെ. ആട് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം ആണെങ്കിലും അല്ലെങ്കിൽ എത്ര കോമഡീസ് എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ എല്ലാം ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു, ഫാമിലി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മിഥുൻ സാറിന് മീറ്റ് ചെയ്യാൻ വരുമ്പോ സാറിന് എങ്ങനത്തെ സ്ക്രിപ്റ്റ് ആയിരിക്കണം എന്ന് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? മിഥുൻ എൻ്റെ അടുത്ത് വരുമ്പോ ത്രില്ലർ ആയിരിക്കണോ അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കണോ, എന്തായിരുന്നു ഒരു ആഗ്രഹം? അങ്ങനെയില്ല, മിഥുൻ എന്നെ സമീപിക്കുന്ന പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. പെട്ടെന്നാണ് മിഥുൻ കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ത്രില്ലായിരുന്നു. വന്ന് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ സ്റ്റണ്ടായിട്ട് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ചോദിച്ചതാണ്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകണം തോന്നുന്നുണ്ടോ മിഥുൻ? ഞാൻ അത്ര നല്ല ഹെവി ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് ചുമ്മാ ഇങ്ങനെ ചോദിച്ചു. മിഥുൻ പറഞ്ഞില്ല, ജയറാമിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്.
ഒരു 10% കോൺഫിഡൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ അതിനു വേണ്ടി നല്ല പ്രിപ്പയർ ചെയ്ത സിനിമയാണ് ഹോസ്റ്റലർ. സാറിന് ഫസ്റ്റ് കേൾക്കുമ്പോൾ ഒരു എന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു ഡൗട്ട് ചോദിക്കാൻ കാരണം? അതാണ് എനിക്ക് മനസ്സിലാവാതെ. അല്ല, തീർച്ചയായിട്ടും എപ്പോഴും നമ്മളിൽ എനിക്ക് ഇപ്പോഴും ആ ഒരു എന്താ പറയുക, ഞാനിപ്പോൾ തകർക്കുന്ന ഒരു വിശ്വാസം എനിക്ക് ഒന്നിലും ഇല്ല. നമ്മളെപ്പോഴും പുതിയത് ഇപ്പോഴും എന്ത് പുതിയത് പഠിക്കാൻ പറ്റും, പുതിയ പിള്ളേരിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റും, അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ. അല്ലാണ്ട് ഞാനിതെല്ലാം തകഞ്ഞ ഒരാളാണ്, ഞാൻ ഇത്രയും വർഷമായി ഞാൻ തകർക്കുന്നത്, എനിക്ക് ഒരു ശതമാനം പോലും തോന്നിയിട്ടില്ല. അത് ഈ ഓവർ കോൺഫിഡൻസ് വരുമ്പോഴാണ് കുഴപ്പം. ദിസ് ഇസ് ഫൈൻ. സാർ പക്ഷെ എനിക്കാണ് പോലീസ് റോൾസ് ചെയ്തിട്ടുണ്ട് അല്ലേ? 2-3 സിനിമയിൽ പോലീസ് റോൾസ് ചെയ്തിട്ടുണ്ട്, തമിഴിലും ചെയ്തിട്ടുണ്ടെന്നല്ലേ പോലീസ് റോള്. അതല്ലാണ്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കുറെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവരിലൊക്കെ കുറെ ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ആ സമയത്ത് എന്താ പറയാ, ഒരു സൂപ്പർ സ്റ്റാർഡം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ ഒരു ഭയങ്കര ഒരു ബാലൻസ് വേണമെന്ന് സാറിന് എപ്പോഴും തോന്നിയിട്ടുണ്ട്? ചെയ്യുമ്പോൾ ആക്ഷനും ചെയ്യണം, പോലീസ് റോൾസും ചെയ്യണം, കുറച്ച് ഡാർക്ക് ഗ്രേ ക്യാരക്ടേഴ്സും ചെയ്യണം, അതിന്റെ കൂടെ തന്നെ ഫാമിലി കോമഡി, അങ്ങനത്തെ ഒരു ബാലൻസ് വേണം എന്നൊരു നിർബന്ധം? അങ്ങനെയില്ല, സിനിമ ടോട്ടലി മാറി ഓരോ വർഷവും ചേഞ്ച് ആയിട്ട് വരിക. ഏകദേശം ഒരു 2000 തൊട്ടാണ് ആ ചേഞ്ച് ഭയങ്കരമായിട്ട് തുടങ്ങിയിട്ടുള്ളത്. മറ്റു ഭാഷകളുടെ സിനിമയുടെ ഇങ്ങോട്ടേക്കുള്ള വരവും ആളുകളുടെ ചോയ്സും, പ്രത്യേകിച്ച് ആ കോവിഡ് പീരീഡ് ഒക്കെ വന്നപ്പോഴത്തേക്കും എത്ര ഓപ്ഷൻസ് ആണ് നമുക്ക് സിനിമ കാണാനുള്ള ഓപ്ഷൻസ്, ഇന്ത്യ മാത്രമല്ലല്ലേ, ഇന്റർനാഷണലി. അപ്പോൾ അതൊക്കെ കണ്ടു വളരുന്ന ഒരു പുതിയ തലമുറയാണ്. അപ്പൊ അവരുടെ മുമ്പിൽ നമ്മളുടെ പരിധിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന സിനിമകളും കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ ആക്ഷൻ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ അത്ര വലിയ സിനിമകൾക്ക് നമുക്ക് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നല്ല മലയാളികൾ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റിന്റെ ഒരു സംഗതികളുണ്ട്. അതിപ്പോ എന്തിലായാലും, ത്രില്ലറിലായാലും കോമഡിയിലായാലും ഫാമിലി സബ്ജക്റ്റിലായാലും എല്ലാത്തിലും ഉണ്ട്. അങ്ങനെയാണ് മിഥുൻ ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ അയാൾ എന്നെ തേടി വന്നത്. ജയറാം ചെയ്തത് നന്നായിരിക്കുന്നത്, അല്ലാണ്ട് ഒരു ആക്ഷൻ സിനിമയാണ് ചിലപ്പോൾ എന്നെ തേടി വന്നോളുന്നില്ല. അതുകൊണ്ടാണ്. സോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും. ഇത് ചെയ്യാൻ നല്ല പ്രിപ്പറേഷൻ എടുത്തു അതിന് വേണ്ടിയിട്ടാണ്, രൂപത്തിലും ഭാവത്തിലും നടത്തത്തിലും എല്ലാം. സാറിന് തന്നെ കുറച്ച് സാധാരണ ചെയ്യുന്നതിനെക്കാട്ടും ഒരു എക്സ്ട്രാ എഫേർട്ട്. 30-35 വർഷം നമ്മൾ ഒരേ മൊണോട്ടണസ് ആയിട്ട് ഒരേ സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിന്ന് ബ്രേക്ക് എടുത്തിട്ട് കുറച്ചും കൂടി എന്തെങ്കിലും വേറെ ടൈപ്പിൽ ചെയ്യണം തോന്നില്ലേ? ഞാനെല്ലാം ഈ ഫാമിലി ടൈപ്പ് ഓഫ് സിനിമകളും അങ്ങനെയാണ് ചെയ്തുകൊണ്ടത്. അത് മോശം എന്നല്ല പറയുന്നത്, അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷെ എനിക്കിതിന് തോന്നിയ എൻ്റെ പ്രായം, എൻ്റെ ഇത് എല്ലാം വെച്ചിട്ട് എനിക്കൊരു ചെറിയൊരു വേറെ ടൈപ്പ് ഓഫ്, ഇപ്പൊ മറ്റു ഭാഷകളിലൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ തെലുങ്കിലായാലും തമിഴിലായാലും മറ്റതെല്ലാം. അപ്പോൾ ഇപ്പോൾ മണിരത്നത്തിന്റെ പൊന്നിയിൻ സെൽവനിൽ അങ്ങനത്തെ ഒരു വേഷം ചെയ്യാൻ പറ്റുന്ന അദ്ദേഹം വിളിച്ച് ഞാനത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ്. അവിടെ ഞാൻ പെട്ടെന്ന് മുട്ടയടിക്കുക, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, കുടുമി വെക്കണം, അത് പറ്റില്ല, അത് എൻ്റെ ഇമേജിനെ ബാധിക്കും, അങ്ങനെ ചെയ്യില്ല, വയറ് വെക്കണം, അയ്യോ പറ്റില്ല എന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ചെയ്യേണ്ടാന്ന് വെക്കാനേ പറ്റുള്ളൂ. അലവെക്കുട്ടപ്പുറമുള്ളൂ. അതിലും സാറിന്റെ എന്തൊരു ബ്യൂട്ടിഫുൾ സീനാണ് ആ ടബുമായിട്ടുള്ള സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ നിന്ന് അത്രയും ഒരു കൺഫസ് ചെയ്യുന്ന ഒരു സീൻ. ചിലപ്പോ അതേപോലത്തെ ഒരു ക്യാരക്ടർ മലയാളത്തിൽ ചെയ്യുമ്പോൾ സാറിന് കുറച്ചും കൂടെ ഡൗട്ട്സ് വരുമോ ചെയ്യാൻ? അങ്ങനത്തെ ഒരു അഫയർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ ഇമേജ് നോക്കാറില്ല, മലയാളത്തിലും അങ്ങനെ ടെൻഷൻ ഒന്നുമില്ല. ഇപ്പൊ അതേപോലെ നല്ല ഇമോഷണൽ സീക്വൻസ് ഉള്ള സിനിമയാണ് പിന്നെയും ചെയ്തിട്ടുള്ള ഗുണ്ടൂർക്കാരൻ, അദ്ദേഹത്തിന്റെ തന്നെ സെയിം ഡയറക്ടർ മഹേഷ് കാവു. 12th റിലീസാണ്. അതിലും ക്യാരക്ടറിൽ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു കോംപ്ലക്സ് അല്ല, നല്ല ഇതേപോലെ ഇപ്പൊ പറഞ്ഞ പോലത്തെ നല്ല സീൻസ് ഉണ്ട്. അല്ല, അത് മാത്രമല്ല സാർ, എനിക്ക് ഖുഷി നോക്കിക്കഴിഞ്ഞാലും അതും അല്ലെ എന്തോ സാറ് മറ്റേ തെലുങ്കിലും തമിഴിലൊക്കെ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്കാണ് ഒരു റിലാക്സ്, ഒരു ഫുൾ ഫ്രീ, ഒരു വറിയുമില്ല, ഒരു ടെൻഷനും ഇല്ലാണ്ട് ചെയ്യണ പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട് ആസ് എ വ്യൂവർ. സാറിനും അങ്ങനെ തന്നെയാണ്? ഐ എം നോട്ട് ബോതർഡ്, ഐ കൻ ജസ്റ്റ് ഹാവ് എ ഗുഡ് ടൈം. അതുകൊണ്ടാണ് എന്റെ മോനും പറഞ്ഞത്, ഇപ്പൊ മറ്റു ഭാഷകളിൽ അപ്പൊ അത് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനും എല്ലാം നല്ല ഓഫർ ഉണ്ട്, അത് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് നമ്മൾ നിൽക്കുന്ന മെയിൻ തട്ടകത്തിൽ അവിടെ കുറച്ചുകൂടി ഒന്നൊരു കോൺസെൻട്രേറ്റ് ചെയ്ത കുറച്ച് നന്നായിട്ട് ചെയ്യാൻ മോൻ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ കുറെ വെയിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് എത്ര സിനിമകൾ ചെയ്യാനുണ്ടെങ്കിൽ അയ്യോ ഇഷ്ടം പോലെ. എനിക്ക് തോന്നുന്നു 20th എടുത്ത തീരുമാനമാണ്. ഇപ്പൊ 4 വർഷമായില്ലേ, 4 വർഷത്തിൽ ഈസി ആയിട്ട് 10 സിനിമ ചെയ്യായിരുന്നു, മിനിമം ചെയ്യായിരുന്നു, 10-15 സിനിമ ചെയ്യായിരുന്നു. ആരും വിളിക്കാഞ്ഞിട്ടല്ല, ഓഫർ ഇല്ലാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചു. പണ്ട് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇപ്പൊ അത് പറയാൻ തുടങ്ങി, പഠിച്ചു, ക്ലീൻ ആയിട്ട് പഠിച്ചു. ശരിക്കും തന്നെ ഞാനില്ല എന്ന് പറഞ്ഞു, സ്വീറ്റ് ആയിട്ട് ആരും ഇല്ല. അതാണ്
ഓക്കെ സാർ. അതല്ലാണ്ട് സാർ എനിക്ക് വേറെ എപ്പോഴും സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ തോന്നിയൊരു ക്വസ്റ്റൻ എന്ന് വെച്ചാൽ, സാർ എനിക്ക് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു സൂപ്പർ സ്റ്റാർഡം അച്ചീവ് ചെയ്ത് എപ്പോഴാണ് ഒരു 21-22 ഇയേഴ്സിലായിരിക്കില്ലേ, അല്ലെങ്കിൽ കുറച്ചും കൂടെ അല്ലേ, മാക്സിമം 1 or 2 years ലേറ്റർ. അപ്പോൾ അതും സാറിന് എനിക്ക് വേണം ഇപ്പോഴത്തെ ജനറേഷനൊന്നും എസ്പെഷ്യലി കാളിക്കൊന്നും ചിലപ്പോൾ അത്രയും ഭാഗ്യം കിട്ടിയെന്ന് വരില്ല അല്ലെ. പത്മരാജൻ അല്ലെ, എല്ലാ ഡയറക്ടേഴ്സ്, ജോഷി, എല്ലാ വിങ്ങിലും ഞാൻ പറഞ്ഞ ഡയറക്ടേഴ്സ് മാത്രമല്ല, റൈറ്റേഴ്സ് എടുത്താലും മ്യൂസിക് ഡയറക്ടേഴ്സ് എടുത്താലും ലിറിക് റൈറ്റേഴ്സ് എടുത്താലും ബാക്കി ടെക്നീഷ്യൻസ് എടുത്താലും ക്യാമറമാൻ, അങ്ങനെ എടുത്താൽ എല്ലാ ക്യാമറമാൻ നോക്കിക്കോളൂ. പല ഇന്നത്തെ ഏറ്റവും രവി കെ ചന്ദ്രൻ, സന്തോഷ് ശിവൻ, രാജീവ് രവി, രവിവർമ്മൻ, ഇവരൊക്കെ ആദ്യം ഒന്നാമത്തെ രണ്ടാം സിനിമകൾ മുഴുവൻ എന്റെ കൂടെയാണ്. അപ്പൊ അത്ര വലിയ ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അത്രയും ഒരു നെക്സ്റ്റ് ലെവൽ ട്രെയിനിങ് കിട്ടാത്ത ആർട്ടിസ്റ്റ് എടുത്തു കേട്ടോ, എവരിബഡി അല്ലേ. പ്രേംനസീർ, മധു തൊട്ട് തമിഴില് ജമിനി ഗണേശൻ, മനോരമ, നാഗേഷ്, കമല, അല്ലെങ്കിൽ കമലഹാസൻ ഇട്ടേക്കും അതിലും സീനിയർ ആയിട്ടുള്ള ഞാൻ പറയും. ഇവിടെ മലയാളത്തിലാണെങ്കിൽ തെക്കുറിശി സാറ് തൊട്ട് അടൂർബാസി, ബഹദൂർ, പ്രേംനസീർ, ആ കാലഘട്ടം എല്ലാവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. അതും ഒരു 2 കൊല്ലം കൊണ്ട് തന്നെ എനിക്ക് പറഞ്ഞാൽ സാർ ഒരു സീസൺഡ് ആക്ടറിന്റെ ഒരു അല്ലെ എല്ലാ ട്രെയിനിങ്ങും കിട്ടിയെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ വന്നൊരു ഇതല്ലേ തുടക്കം തന്നെ. അത് ചിലപ്പോ ഇപ്പോഴത്തെ ജനറേഷൻ ആക്ടേഴ്സിന് ആ ഭാഗ്യം ചിലപ്പോ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് സാറിന് തോന്നുന്നുണ്ടോ? ബുദ്ധിമുട്ടാണ്. ഞാൻ എന്റെ മോൻ തന്നെ എന്നോട് പറയുന്ന കാര്യമാണ്. അവൻ പഴയ സിനിമകൾ ഇങ്ങനെ കാണുമ്പോൾ അപ്പൊ അതൊക്കെ എന്ത് ബ്ലെസ്ഡ് ആണ് നിങ്ങളുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അത് അവൻ പറയുന്നത് അന്നുണ്ടായിരുന്ന കോ ആർട്ടിസ്റ്റിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അവനിപ്പോ ഓരോ കാണുമ്പോൾ ഇപ്പൊ തെലവഞ്ചേട്ടനെ കാണുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ, അല്ലെങ്കിൽ നെടുമുടി വേണുവിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കാണുമ്പോൾ എല്ലാം പറയും, അയ്യോ ഇവരുടെ കൂടെ ഒന്ന് ഒരു സിനിമ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലോ. അപ്പൊ എന്തൊരു പെർഫോമൻസ് അത്. അതും ഒരു കൊല്ലം തന്നെ 10 സിനിമ വേണമെങ്കിൽ ചെയ്യാം, 15 സിനിമ ചെയ്യാം. 20 സിനിമയൊക്കെ ചെയ്തിട്ടില്ല ഒരു കൊല്ലം. 10-15 സിനിമ. അപ്പൊ ഒരു 30 ദിവസം തന്നെ ഒരു 18 ദിവസം ഒരു സിനിമ. അത് കഴിഞ്ഞ് നേരെ പിന്നെ അത് 15 ദിവസമായിരുന്നു, പിന്നെ 18 ദിവസമായി. ഞാൻ വന്നപ്പോൾ 15 ദിവസമായി. അപ്പൊ ഞാൻ എന്നേക്കാൾ മുമ്പ് മമ്മൂട്ടി സാറിന്റെ ചോദിച്ചപ്പോൾ പറഞ്ഞു 10 ദിവസം 12 ദിവസം ഒരു സിനിമ. അപ്പൊ സാറിന്റെ ആ സമയത്ത് ഒരു ക്യൂരിയോസിറ്റി എങ്ങനെയായിരുന്നു? സാർ ഇങ്ങനെ ഒരു ഡൗട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പഠിക്കാനുണ്ടെങ്കിൽ ഒരു ചമ്മലില്ലാണ്ട് എല്ലാവരുടെ അടുത്തും പോയി ചോദിച്ച് പഠിച്ചതായിരുന്നോ, അല്ലെങ്കിൽ അവര് തന്നെ സാറിന് ഇങ്ങനെ മോൾഡ് ചെയ്തെടുത്തതാണോ ആ ഫസ്റ്റ് 2-3 ഇയേഴ്സിൽ? അത് മിക്സ് ആണ്. അന്ന് കിട്ടിയ ഡയറക്ടേഴ്സിന്റെ ഒക്കെ ഗുണം തന്നെയാണ് തീർച്ചയായിട്ടും. അന്നെല്ലാം നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. പത്മനാഭ സാറിന്റെ കൂടെ തന്നെ ആദ്യത്തെ 2 സിനിമ വർക്ക് ചെയ്യാൻ പറ്റില്ലേ, മൂന്നാം പക്കവും അപരനും. അപ്പൊ അതിനുശേഷം വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും. അത് കഴിഞ്ഞ് ഞാൻ പോകുന്നത് കമലിന്റെ കൂടെയാണ്. ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസ്, വിജി തമ്പി, കമൽ, ഭരതേട്ടൻ, ശശിയേട്ടൻ, എല്ലാവരും അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ളല്ലേ. സിബി, അവരൊക്കെയാണ് ആ സിനിമകളാണ് ഒന്ന് മാറി 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 ചെയ്തുകൊണ്ടിരുന്നത്. സോ നോക്കേണ്ടി വന്നിട്ടില്ല. സാറ് ചോദിക്കുമായിരുന്നു കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും ഒന്ന് ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും. പിന്നെ എല്ലാം ചോദിക്കാൻ അത്ര ഇതുള്ള ഡയറക്ടേഴ്സ് ആയിരുന്നില്ല അവരൊക്കെ. അത് മാത്രമല്ല എനിക്ക് പറഞ്ഞാൽ എസ്പെഷ്യലി എനിക്ക് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ തമിഴിലൊക്കെ എപ്പോഴും പറയും, കുറച്ചൊരു സ്റ്റേജിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മിമിക്രി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് സിനിമയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ട്രെയിനിങ് അല്ലെ, അത് അത്രയും കാലം പഠിച്ച അത്രയും തന്നെ എഫേർട്ട് പിന്നെ എടുക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പത്തെക്കാട്ടൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലേ ആ സമയത്ത് ഇത്രയും ഗൈഡൻസ് കിട്ടാൻ. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല അല്ലെ, ആക്ടിങ് ക്ലാസ് ഇല്ല, ആരും ഇങ്ങനെ കൂടെ വന്ന് ട്രെയിൻ ചെയ്യാൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടില്ല, ഒരു ആക്ടിങ് ക്ലാസ്സിൽ പോയിട്ടില്ല, ചാൻസ് ചോദിച്ചൊരു സ്ഥലത്ത് പോയിട്ടില്ല. അന്നത്തെ കാലത്ത് മെഡ്രാസിൽ എത്രയോ നടന്ന് മറ്റേ കൊടമ്പാക്കം തെരുവിലൂടെ നടന്ന് കഷ്ടപ്പെട്ടവരാണ് ബാക്കിയുള്ള. അല്ല ഇന്ന് പലരെ കാണുമ്പോഴും ഞാൻ നമ്മുടെ ഭാഷയിലല്ല പറയുന്നത്, മറ്റു ഭാഷകളിൽ പോകുമ്പോഴും മെഡ്രാസിന്റെ സ്ട്രീറ്റിനെ കുറിച്ച് അറിയാത്ത ഇപ്പൊ തെലുങ്കിലാണെങ്കിൽ എല്ലാവരും പറയുന്നതാ, സാർ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ 85-70 കാലഘട്ടങ്ങളിലൊക്കെ ഓരോ സ്ട്രീറ്റിലും നടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ചാൻസിന് വേണ്ടിയിട്ട്. അത് എല്ലാവരും ആ സ്വപ്നങ്ങളില്ലാത്തൊരു നടന്മാർ വളരെ ചുരുക്കമാണ്. അങ്ങനത്തെ ദൈവം എനിക്ക് അതും വേണ്ടി വന്നിട്ടില്ല, എന്നെ തേടി ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ മനസ്സിൽ അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു, സിനിമ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ ആഗ്രഹം 100% സിൻസിയർ ആണെങ്കിൽ എന്തെങ്കിലും അത് ദൈവം കൊണ്ടുതരും എന്നുള്ളതിന് ഉദാഹരണങ്ങളാണ്. പക്ഷെ ആ സമയത്ത് അറ്റ്ലീസ്റ്റ് സാറിന് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് അവരിങ്ങനെ വന്ന് പറയുമായിരുന്നു, ഇത് വേറൊരാളെ പോലെ തോന്നാത്ത രീതിയിൽ സ്വന്തം സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ തുടക്കം തൊട്ട് ഞാൻ ശ്രമിച്ചിരുന്നു. സാറിന് തന്നെ ഉണ്ടായിരുന്നു? അയ്യോ, ഞാൻ തുടക്കം തൊട്ട്, പ്രത്യേകിച്ച് ഞാൻ ഈ മിമിക്രിന്ന് വന്നുകൊണ്ട് വേറെ ആളെ പോലെ വരരുത്. പത്മനാഭൻ സാർ ആദ്യം തന്നത് ഇത് തന്നെയാണ്.
മിമിക്രി എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഇല്ലാത്തൊരു കലയാണ്. ഒരാളെ പോലെ കാണിക്കുക, ഒരാളെ പോലെ നടക്കുക. അപ്പൊ ഇവിടെ വെച്ച് അത് അവസാനിപ്പിച്ചോളാൻ പറഞ്ഞു. ഇനി ഒരിക്കലും അത് പിന്നീട് ഇതുമില്ല. പക്ഷേ ഇപ്പോഴും 10-30 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ സ്റ്റേജിൽ ചെല്ലുമ്പോൾ മിമിക്രി കാണിക്കാൻ ആൾക്കാർ പറയും, എന്തെങ്കിലും കാണിക്കാൻ പറയും. നീ കാണിക്കാറുണ്ട്, അത് ഭയങ്കര ചെയ്യാറുണ്ട്. അല്ല പക്ഷെ സർ ഇതിപ്പോ സാർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അറ്റ്ലീസ്റ്റ് എന്ത് വൈറലാന്ന് പറഞ്ഞാലും ആ പൊന്നിയിൻ സെൽവന്റെ സ്റ്റേജിൽ സാർ പറഞ്ഞപ്പോ ഉണ്ടല്ലോ, അത് നമുക്ക് കാണുമ്പോ ഒരു സാറിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ഒരു എന്താ പറയാ, ഒന്നും ഐ എം 100% there അല്ലെ, ഒരു നെക്സ്റ്റ് ലെവൽ എൻജോയ്മെന്റിൽ ചെയ്തോണ്ടല്ലോ ഇത്രയും പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും സാറിന് ഇപ്പോഴും ആ ഒരു സ്റ്റേജിൽ ലൈവായിട്ട് ഒരു ആൾക്കാരെ എൻജോയ് ചെയ്യിപ്പിക്കണ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു പെർഫോമൻസിൽ ഒരു അപ്പത്തന്നെ റിയാക്ഷൻ കിട്ടണ ഒരു എൻജോയ്മെന്റ്, മൂവി ആക്ട് ചെയ്യുന്നതിനെക്കാട്ടും സന്തോഷം തന്നെ ഒരു കാര്യമാണ്. സംശയമില്ല. കാരണം ഞാൻ അന്ന് സ്റ്റേജിൽ നിന്ന് വന്ന ആളല്ലേ. ഓരോ അമ്പലപ്പറമ്പിലും എത്രയോ ആൾക്കാരെ നേരിട്ട് കണ്ട് അവരുടെ റിയാക്ഷൻസും അവരുടെ സന്തോഷവും അവരുടെ കയ്യടിയും നെഗറ്റീവ് ആണെങ്കിൽ അതും എല്ലാം തുടക്കം തൊട്ടേ കിട്ടുന്ന ആ ഒരു വൈബ് കിട്ടി പരിചയമുള്ളതുകൊണ്ട് ഏത് വേദിയിൽ എങ്ങനെ കാണിച്ചാൽ കറക്റ്റായിട്ട് അത് റീച്ച് ചെയ്യുക എന്നുള്ളത് എന്തോ എനിക്കത് ക്ലിക്കാവും ഈ സ്റ്റേജിൽ ഇങ്ങനെ കാണിച്ചാൽ. മറ്റേ മണിരത്നം അടുത്ത് ചുമ്മാ പറഞ്ഞോളൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. എന്താ സമയം കുറച്ച് ഡിലേ ആയിരുന്നു. 6:30 തുടങ്ങേണ്ട പ്രോഗ്രാം 7:30 പുള്ളി ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കാണിക്കാം, എനിക്ക് മിമിക്രി ആയിട്ട് വേറൊന്നും അങ്ങനെ മിമിക്രി അതിന് ഉള്ളി ദറ്റ് മലയാളം ആക്ടേഴ്സ് അതൊന്നും കാണിച്ചവർ നന്നാവില്ല സാർ. എനിത്തിങ് ക്യാൻ യു ഡു. ലൊക്കേഷനിലൊക്കെ പലരെ പോലെയൊക്കെ കാണിക്കുന്നൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിത്ത് യുവർ പെർമിഷൻ ക്യാൻ ഐ ഇമിറ്റേറ്റ് യു സർ ഫസ്റ്റ്? ശരി, കാട്ടിങ് പരവായില്ലേ എന്നെ കാട്ടിങ്ങിന് ഓക്കെ താങ്ക് യു അത് പറഞ്ഞതോ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ശരി അറിയാം. ഞാൻ സുഹാസിന്റെ അടുത്ത് പറഞ്ഞു കാണിച്ചോട്ടെ ചോദിച്ചു. സുഹാസിനെ എന്നും കാണുന്നല്ലേ സാറിന്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ കാണിക്കുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് കറക്റ്റ് ആണെന്ന് പറയുമ്പോ അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രഭു സാറിന്റെ ഇൻസിഡന്റും കറക്റ്റാണ്. രാവിലെ സാറ് ബിരിയാണി കൊണ്ടുവന്നതും ഷെയർ ചെയ്യാന്ന് പറഞ്ഞതും പസികത് മണി പറഞ്ഞതും അങ്ങനെ 2-3 കഥകൾ പെട്ടെന്ന് മനസ്സിൽ വന്നത് അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ അതിന്റെ ഒരു അപ്രീസിയേഷൻ ഭയങ്കരം തന്നെയായിരുന്നു. പിന്നെ തമിഴ്നാട്ടിലെ എത്രയോ ഹോട്ടലുകൾക്ക് പസികത് മണി എന്ന് പേരുണ്ടായിരുന്നു. കോയമ്പത്തൂർ എയർപോർട്ടിൽ ഞാൻ ഇറങ്ങി ആ ഊട്ടി റോഡിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ നോക്കുമ്പോൾ വലിയ പ്രതിസാറിന്റെ തലയും വെച്ച് പസികത് മണി എന്നൊരു ഹോട്ടലിൽ ഞാൻ വേഗം അത് വീഡിയോയിൽ എടുത്തിട്ട് അപ്പത്തിന് സാറിന് അയ്യാ തൊന്തരവ് താങ്ങുന്നില്ലേപ്പാ അയ്യോ. അല്ല പക്ഷെ സാർ ഇപ്പൊ തന്നെ ഇതിന് മുമ്പത്തെ കഥയിൽ തന്നെ സാറ് പത്മരാജൻ സാറിനെ പറ്റി പറയുമ്പോ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സാറിന്റെ മുഖമൊക്കെ കുറച്ച് ഒച്ചയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് പറഞ്ഞാൽ സാറിന് തന്നെ കൺട്രോൾ ഇല്ല എന്നുള്ളേ, സബ് കോൺഷ്യസ്ലി സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ സാറ് വീട്ടിലും അങ്ങനെ തന്നെയാണ്, ഈ ആക്ടേഴ്സ് സെലിബ്രിറ്റീസ് അല്ലാണ്ട് തന്നെ വീട്ടിലത്തെ ഒരാൾക്കാരെ പറ്റി തന്നെ വീട്ടിൽ തന്നെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അറിയാതെ വരുന്നതാണത്. ഇന്നാൾ ഇന്നത് പറഞ്ഞു എന്ന് പറയുമ്പോ ആ എക്സ്പ്രഷനിൽ പെട്ടെന്ന് അത് കുറച്ചിങ്ങനെ വരും. അത് ബ്ലഡിലുള്ളതുകൊണ്ടായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് സാർ എനിക്ക് വേറൊരു ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയത് ഇന്നലത്തെ ഇൻസിഡന്റ് ആണ്. ആ മറ്റേ പശുക്കളുടെ ഒരു കാര്യവും സാറിന്റെ ഒരു ഇൻവോൾവ്മെന്റും എനിക്ക് എപ്പോഴും സാറിന്റെ അടുത്ത് ചോദിക്കാൻ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ. സാർ ഒരു 21-22 ഇയേഴ്സിൽ സൂപ്പർ സ്റ്റാർ ആയ ഒരാളാണ്. 21-22 ഇയേഴ്സ് കൊണ്ട് അത് കഴിഞ്ഞിട്ട് എങ്ങനെ വേണം ജീവിക്കാം, എല്ലാ സ്ഥലവും കണ്ടിട്ടുണ്ടാവും, എല്ലാ ലൈഫും കണ്ടിട്ടുണ്ടാവും. എന്നിട്ടും സാറിന് എങ്ങനെയാണ് ആ ഒരു 15 വയസ്സ് അല്ലെങ്കിൽ അതിനു മുമ്പ് കണ്ട കാര്യങ്ങളായിട്ടുള്ള ഇത്രയും കണക്ട്, ഇത്രയും സ്ട്രോങ് ആയിട്ട്? നമ്മുടെ കുട്ടിക്കാലം നമ്മളെങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ വളരുന്നു, നമുക്ക് തരുന്ന ഓർമ്മകൾ, പിന്നെ ആ ടൈപ്പ് ഓഫ് ലൈഫ് ഇഷ്ടപ്പെടുന്നത്, അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച്. എനിക്കിപ്പോഴും എൻ്റെ നാട്, എൻ്റെ ഇത്, എൻ്റെ ബേസിക്കലി എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ഫാദർ ഇല്ല, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് എല്ലാവരും കൃഷിയായിരുന്നു, നെൽപ്പാടവും കൃഷിയായിരുന്നു. അപ്പം അന്ന് തൊട്ട് എൻ്റെ കുട്ടിക്കാലം തൊട്ട് എൻ്റെ വീട്ടിൽ പശുവുണ്ട്. അന്ന് ജനിക്കുന്ന ഓരോ പശുക്കുട്ടികൾക്കും പേരിടുന്നത് തൊട്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ കൂടെ കളിക്കുന്ന, അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്തുമാത്രം അത് ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് ആ കുട്ടികൾക്ക് ഇന്നലെ. അത് കഴിഞ്ഞ് എനിക്ക് സിനിമയിൽ വന്നാലും എൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളല്ലാതെ പുതിയൊന്നും എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹമാണ് ചെണ്ട. കുട്ടിക്കാലം തൊട്ട് അമ്പലങ്ങളിലെ ഉത്സവത്തിന് എവിടെ ആന വന്നാലും അതിൻ്റെ ചുവടെ സ്കൂളിൽ പോയില്ല, അവിടെ തന്നെ ഇരിക്കുക.
6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ കേരളത്തിലുള്ള തൃശ്ശൂർ പൂരം, ഉത്രാളിക്കാവ്, നെന്മാറ വല്ലങ്കി, ആറാട്ടുപുഴ എല്ലാത്തിനും ഒരു ബാഗും തൂക്കിയിട്ടുണ്ട്, തലയിൽ തോർത്തും കിട്ടി ഇങ്ങനെ പോകുന്നു. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആകുമ്പോൾ തന്നെ എല്ലാം ഞാൻ പോകും, തനിയെ പോകും. അപ്പോ അന്ന് തൊട്ട് മനസ്സിൽ കയറി. ഇന്നും ആ ഭ്രാന്ത് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും ഉത്സവപ്പറമ്പുകൾ എവിടെ ഉണ്ടോ പോയി നിന്ന് ആനടവായിൽ നോക്കി, അല്ലെങ്കിൽ ചെണ്ടോട്ടം പോവുക. അതേപോലെ തന്നെയാണ് ഈ പശു കൃഷി, അതൊക്കെ അതും ഇപ്പോഴും കൊണ്ടു കിടക്കുന്നത്. വേറെ എക്സ്ട്രാ എൻ്റെ ജീവിതത്തിൽ ഒന്നും വന്നിട്ടില്ല. എക്സ്ട്രാ ഒന്ന് വന്നത് ഈ സിനിമ മാത്രമേ ഉള്ളൂ. ബാക്കി മിമിക്രി ആയാലും ചെണ്ടയായാലും ആനയായാലും അതായാലും. അപ്പം അങ്ങനെ ഞാൻ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് സ്നേഹിച്ച് കൊണ്ടു കിടക്കുന്ന ഒന്നാണ് കുറച്ച് പശുക്കളെ വളർത്തുന്നത്. അത് ഞാൻ ഇതുവരെ എക്സിബിറ്റ് ചെയ്തിട്ടില്ല, ആരെയും കാണിച്ചിട്ടില്ല. സിനിമയിൽ നിന്ന് തന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട് കൊണ്ട് കാണിക്കുമെന്ന്. ഞാൻ പറയാതെ എൻ്റെ ഒരു സ്വകാര്യ സന്തോഷമാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് 22 പശുക്കൾ ഒരു ദിവസം ചത്ത അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. 22 പശുക്കളാണ് ചത്തത്. അത് എന്ത് കാരണം കൊണ്ടാണെന്ന് ഇന്നും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഡോക്ടേഴ്സ് വന്ന് ബ്ലഡ് എടുത്ത് എറണാകുളത്തേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് കഴിച്ച എന്തോ ഇലയെന്നോ തീറ്റയെന്നോ അല്ലെങ്കിൽ പുല്ലിന്നോ വന്ന വിഷാംശമാണ്. ഒന്ന് വീണു, വയറ് വീർക്കും, നാക്ക് കടിക്കും, വായുന്നൊരു നൊര വരും, ചാവും. അടുത്ത് വീഴുന്നു. അപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് വന്നു. ഈ സോഡാപ്പൊടി, കാരം, അങ്ങനത്തെ ഉള്ള ഉപ്പ്, വെളിച്ചെണ്ണ കലക്കി പലതും കൊടുത്ത്, ആയുർവേദവും ഒക്കെ കൊടുത്തു നോക്കി, ഒന്നും നിൽക്കുന്നില്ല. 22 പശുക്കളെ JCB എടുത്ത് കുഴിച്ചു മൂടുമ്പോണ്ടായിരുന്നു ഞാനും എൻ്റെ ഭാര്യ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞത് എത്രയെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ കുട്ടികൾ അനുഭവിച്ച അതേ വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു പൈസ ബാങ്ക് വഴി അയച്ചു കൊടുക്കുന്നതിനേക്കാൾ ആ കുട്ടികളെ നേരിട്ട് പോയി ഒന്ന് പാറ്റ് ചെയ്താൽ ആ കുട്ടികൾക്ക് ആ സമയത്ത് ഭയങ്കര ഇതായിരിക്കും. എന്നെ പാറ്റ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ്. അല്ല, പക്ഷെ ഇതേ മറ്റേ ആ കോവിഡ് ടൈമിൽ സാർ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ അത് സാറിന് ശരി ഓഫ്കോഴ്സ് അത്രയും പാഷൻ ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെയാണ് അത് നെക്സ്റ്റ് ജനറേഷനോട് സാറിന് പാസ് ഓൺ ചെയ്യാൻ പറ്റിയത്? അവർക്കും ഉണ്ടല്ലോ ഇതേപോലത്തെ ഇൻട്രസ്റ്റ്, മക്കൾക്കും ഉണ്ടല്ലോ സാർ. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ അച്ഛനൊക്കെ അങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ഒരു കണക്റ്റും ഇല്ല അച്ഛന്റെ കുട്ടിക്കാലം. പക്ഷെ സാറിന്റെ കാര്യത്തിൽ അതും പറ്റിയിട്ടുണ്ട്, ആ പാഷനും പോയിട്ടുണ്ടാകും. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ കുട്ടിക്കാലം തൊട്ട് കേട്ട് വളരുന്നതും കണ്ടു വളരുന്നതും കാര്യങ്ങൾ മനസ്സിൽ പതിയില്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഭാഗ്യങ്ങളിലൊന്നാണ് ഒരു ജോയിന്റ് ഫാമിലി ആയിരുന്നു. എൻ്റെ മുത്തച്ഛൻ, മുത്തശ്ശി, വല്യച്ഛന്മാർ എല്ലാവരും ഞങ്ങൾ ഒറ്റ കോമ്പൗണ്ടിൽ താമസിച്ചത്. അപ്പോൾ ഒരു ഓണമായാലും വിഷു ആയാലും എല്ലാ സകല ബന്ധുക്കളും അവിടെ വരിക. 50-60 പേരുള്ളൊരു കുടുംബം. അവിടെ വെച്ചാണ് എൻ്റെ മിമിക്രിയുടെ തുടക്കം. എല്ലാവരെ പോലെ ഇമിറ്റേറ്റ് ചെയ്യുക വീട്ടിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ളത്, അല്ലെങ്കിൽ ഈ പശുക്കളോടുള്ള സ്നേഹം, മറ്റേത്. അപ്പൊ ഈ മുത്തശ്ശി കഥകള്, ഈ മുതിർന്ന ആൾക്കാരുടെ കഥകൾ കേട്ടുറങ്ങുക, ഭയങ്കരമായിട്ടുള്ള ത്രില്ലിങ് കഥകള്, യക്ഷിക്കഥകള്, ആനക്കഥകള്, അതൊക്കെ ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഇതില്ലേ. അതേ കഥകൾ പറഞ്ഞു കൊടുത്താണ് ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തിയിട്ടുള്ളത്. അതേ സ്റ്റോറീസ്, അത് ഇത് കേരളത്തിന്റെ പല ഭാഗത്തിൽ. അല്ലെങ്കിൽ മോനാണ് ഈ ആനക്കഥ, മോൾക്ക് അങ്ങനെയുള്ള കഥ. അവർക്ക് ഇപ്പോഴും ആ നാടും അതും ഇതും അത് തന്നെയാണ് അവരുടെ ആഗ്രഹം. അപ്പൊ അവർ എത്ര കൊല്ലം സിറ്റിയിൽ ചെന്നൈയിൽ വളർന്നതാണെങ്കിൽ മനസ്സ് മുഴുവനാണ് അങ്ങനെയാണല്ലേ. ഓക്കെ സാർ. സാർ അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് സിനിമയിലോട്ട് വരുമ്പോൾ തന്നെ സാർ എപ്പോഴെങ്കിലും സാറിന് ആ സമയത്ത് ഓഫ്കോഴ്സ് സാർ ചെയ്തിട്ടുണ്ടല്ലോ കുറെ ത്രില്ലേഴ്സും ഡാർക്ക് ആക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സമയത്ത് ഏതെങ്കിലും ഒരു സിനിമ ക്ലിക്ക് ആവാത്തപ്പോ സാറിന് ഭയങ്കരമായിട്ട് വിഷമം വന്നൊരു ഇൻസിഡന്റ് ഉണ്ടോ? കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദ ഫാമിലി ജോണർ. പിന്നെ എത്രയോ സിനിമകൾക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ വളരെ നന്നാവെന്ന് വിചാരിച്ച് അത് ഒരു പേരായിട്ട് പറയാൻ പറ്റില്ല, ഒരുപാടുണ്ട്. എനിക്ക് ഓടിയ സിനിമകളെക്കാൾ കൂടുതൽ ഇങ്ങനെ അയ്യോ ഈ സിനിമ ഓടാതെ പോയല്ലോ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിഷമം തോന്നി ഒരുപാട് സിനിമകൾ. അല്ല, അതിന് സാർ ഇപ്പൊ പറഞ്ഞ രാജീവ് രവി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവർ അങ്ങനത്തെ സിനിമയൊക്കെ അല്ലെ ഓൾമോസ്റ്റ് ഡയറക്ട്ലി സത്യയൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് ശേഷം അല്ലെ അങ്ങനത്തെ ഫിലിംസ് ഒക്കെ സാർ ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ഹാവൻ ട്രൈഡ് അല്ലെ, സാർ ട്രൈ ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് ടി വിയിൽ കാണുമ്പോൾ എല്ലാവരും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അത് തിയേറ്ററിൽ ഓടിയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. പെർഹാപ്സ് അങ്ങനത്തെ ഏതെങ്കിലും സിനിമ ക്ലിക്ക് ആയിരുന്നെങ്കിൽ സാറിന്റെ കരിയർ തന്നെ കുറച്ചും കൂടി ഡിഫറെന്റ് ആവുമായിരുന്നോ? അങ്ങനത്തെ ഫിലിംസ് ഒരു മിക്സ് ആൻഡ് മാച്ച് ചെയ്ത പോലെ. അല്ല, അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അന്നത്തെ കാലത്ത് എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെന്ന് പറയാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു പത്മനാഭൻ സാർ. എനിക്കൊരു ഗുരുനാഥനേക്കാൾ ഉപരി എല്ലാം എൻ്റെ ഒരു വളർത്തച്ഛനെ പോലെയോ എനിക്ക് ഭയങ്കര എന്ത് കാര്യം തുറന്നു പറയാവുന്നൊരിതായിരുന്നു. അപ്പം ആ സമയത്താണ് ഭരതേട്ടൻ്റെ കേളി എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കായിരുന്നു ഒറ്റപ്പാലത്ത്. ഞാൻ ഒരു കാലൊക്കെ ആയിട്ട് കണ്ടു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അദ്ദേഹം തൃശ്ശൂർ വന്നിട്ടുണ്ട് രാമനിലയത്തിൽ.
എന്നെ അങ്ങോട്ട് വിളിച്ചു. ഞാൻ രാത്രി ചെന്നു. അപ്പോൾ എൻ്റെ കുറേ സിനിമകൾ പരാജയപ്പെട്ട സമയമായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, വിഷമിക്കണ്ട, അടുത്തൊന്നിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ മനോഹരമായിട്ടുള്ള സിനിമ ഉണ്ടാക്കുന്നത് പറഞ്ഞു. അങ്ങനെ അന്ന് ഒരു കട്ടിൽ എന്നെ ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് കുറേ നേരം ഞാൻ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു പോയി എൻ്റെ. എനിക്കൊരു കഥയൊക്കെ പറഞ്ഞു. ഭയങ്കരമായിരുന്നു. ചിലപ്പോൾ ആ സിനിമ നടന്നിരുന്നെങ്കിൽ കാറ്റഗറിൻ്റെ വേറെ ലെവലിലേക്ക് പോയിന്. കാരണം അന്നത്തെ കാലത്ത് തന്നെ ഒരു ഇന്നത്തെ പാൻ ഇന്ത്യ എന്ന് പറയുന്ന പോലെ പല ഭാഷകളിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ആൾക്കാരെന്നൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അത് എങ്ങനത്തെ ഫാന്റസി ടൈപ്പ് ഫിലിം അല്ല, ട്രിവാൻഡ്രത്ത് നിന്ന് ഡൽഹി വരേക്കും കേരളത്തിലുള്ള കംപ്ലീറ്റ് സ്പോർട്സ് ആളുകൾ, അത്ലറ്റ്സിന് മുഴുവനായിട്ട് ഡൽഹിയിലേക്കുള്ള ട്രിപ്പാണ്. ഞാൻ അതിൻ്റെ മാനേജർ. ഞാൻ ഡീപ്പ് സ്വിമ്മിങ്ങിന് പോയി ഇയർ ഡ്രം പൊട്ടിപ്പോയ ആളാണ്. കേൾവി കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഇപ്പൊ സ്പോർട്സിൽ പങ്കെടുക്കാൻ പറ്റില്ല. ബട്ട് ഐ എം ദ ചീഫ് ഫോർ ദാറ്റ്. അവിടെ നിന്ന് പോയി ഭയങ്കര കഥയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ മാത്രമുണ്ട്. ഇനിയിപ്പോ ഇത് കേട്ട് വേറെ ആരെങ്കിലും ഇത് സിനിമയാക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഫുള്ളായിട്ട് ഓർമ്മയുണ്ട്. നോക്കാമല്ലോ നമുക്ക്. അപ്പൊ ഞാൻ സാർ നമ്മുടെ കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള 5-6 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സാറിന് പെട്ടെന്ന് പറഞ്ഞ ഒരു ആൻസർ സാർ പറഞ്ഞാൽ മതി കേട്ടോ. സാർ, സാറിന് കോവിഡ് ടൈമില് സാറിന്റെ തന്നെ കണ്ട ഒരു സിനിമ, ആ സമയത്ത് അത്രയും കണ്ട ഓർമ്മയില്ലാതെ ഈയിടയ്ക്ക് കണ്ട ഇഷ്ടപ്പെട്ട ഒരു സിനിമ, കോവിഡ് സമയത്ത് സാർ റീവാച്ച് ചെയ്ത്? ഒന്നാമത് എനിക്ക് ആനപ്രാന്തൊക്കെ ഉള്ളതുകൊണ്ട് ഈ ആന സിനിമകളൊക്കെ പിന്നെയും അതെ. അപ്പോ പട്ടാവിഷയം അത് കാണും. പിന്നെ കുട്ടികൾക്ക് വളരെ അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ള കുറെ സിനിമകളുണ്ട്. മെയിൻ പട്ടാവിഷയം വെച്ചോളൂ, ഒരു സിനിമ വെച്ചോളൂ. അതല്ല, പലത്തെ ആക്ടിംഗ് ഒക്കെ കാണുമ്പോൾ സാറിന് ഭയങ്കര ആ സമയത്ത് എങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെ തോന്നാറുണ്ട്? അതിന് ഭയങ്കര സ്പീഡായിട്ടുള്ള ടൈമിംഗ് ആണ്, പെട്ടപ്പെട്ടേ എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ എന്നെ സഹായിച്ചിട്ടുള്ള ഒരുപക്ഷെ സ്റ്റേജ് മിമിക്രി ഒക്കെ ആയിരിക്കാം. എല്ലാം റിഫ്ലക്സ് ആക്ഷൻ ആണ് അതിനകത്ത് എല്ലാം. സാറിന്റെ തന്നെ നോൺ മലയാളത്തിലെ ഫേവറേറ്റ് ഫിലിം? എനിക്ക് തോന്നുന്നു നബി തെന്നാലി, പഞ്ചതന്ത്രം അല്ലേ? തെന്നാലി എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാണ്, തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ്. പഞ്ചതന്ത്രം ഇപ്പോഴും അതിനകത്ത് സെർച്ച് ചെയ്ത് പുതിയ കാണുമ്പോൾ പുതിയ തമാശകൾ ഇപ്പോഴും കിട്ടാറുണ്ട്. ഓരോ പ്രാവശ്യം കാണുമ്പോഴും പുതിയ പുതിയ തമാശകൾ കിട്ടുന്ന സിനിമയാണ്. സാറിന് അപ്പൊ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല? അത്ര ഭാഷ മനസ്സിലാവുന്നത് ഒരു കാര്യം, പക്ഷെ ആ സ്പീഡില് കോമഡി പറയണ്ടേ? എന്താ നിക്കുന്നത്, പർവ്വതങ്ങളിലെ അടുത്ത് നിൽക്കുന്നത്. സാറ് സ്കോറും ചെയ്തു അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. കമൽ സാറിനെ പോലത്തെ സാറൊരു ആക്ടർ മാത്രമല്ല, സാറ് ഡയറക്ടറാണ്, സാർ ക്യാമറമാനാണ്, സാർ സ്റ്റണ്ട് കൊറിയോഗ്രാഫറാണ്, സാർ ഡാൻസ് മാസ്റ്ററാണ്, സാർ മേക്കപ്പ് മാനാണ്, എല്ലാമാണ്. എല്ലാം വേറെ ആൾ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ അറിയാം. അതാ വല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ഇപ്പൊ തെന്നാലിയൊക്കെ നടക്കുമ്പോഴും പെട്ടെന്ന് മാറ്റിക്കൊണ്ടേയിരിക്കും, ഡയലോഗ്സ് മാറ്റും, പെട്ടെന്ന് പൊസിഷൻ മാറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ അതിനനുസരിച്ച് എങ്ങനെ നോക്കി നിൽക്കണം. அது இப்போ அந்த பண்றது அது வந்து இப்போ பண்றது கடைசியில பண்ணிட்டு அதை முதல்ல வச்சுட்டு இது வச்சுக்கல, அது ടോട്ടലാ ചേഞ്ച് பண்ணி ഈ പടപടേ എന്ന് മാറ്റിക്കൊണ്ട് ശരി സാർ അത് അതിനൊപ്പം നിൽക്കാൻ പറ്റണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പഞ്ചതന്ത്രം അങ്ങനെയാണ്. ടൈമിങ് ക്രേസി മോഹൻ എന്ന് പറയുന്ന അത്ഭുതമായിട്ടുള്ള റൈറ്റർ, ഭഗവാനെ കൂടെ ഇല്ല, അദ്ദേഹം കൂടെ തന്നെ ഉണ്ട്. സ്ക്രിപ്റ്റ് ഒന്നുമില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സീനിൽ ആവശ്യമുള്ള കോമഡികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിന്ന്. പിന്നെ കമൽ സാറിന്റെ സെൻസ് ഓഫ് ഹ്യൂമറും ഭയങ്കരമായിരുന്നു. അതൊക്കെ ഷൂട്ടിംഗ് സമയത്ത് ഇങ്ങനെ എൻജോയ് ചെയ്ത സിനിമകൾ ഉണ്ടായിട്ടില്ല. അപ്പപ്പോ ഓരോ സീനും ഡെവലപ്പായി വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ സാർ, അപ്പൊ അങ്ങനെയാണെങ്കിൽ കമൽഹാസൻ സാറിന്റെ ഫേവറേറ്റ് ഫിലിം കോമഡി ബുദ്ധിമുട്ടാണ് സാർ? മലയാളം പറഞ്ഞാൽ മതിയോ? അല്ല, എത്ര പറഞ്ഞു? എത്ര മണി പറയാനാ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയറിലുള്ള മുഴുവൻ പടങ്ങളും ഞാൻ അത്ര ഭ്രാന്തനാണ്. സാർ മലയാള സിനിമയിൽ വരുന്നതിന് മുമ്പേ ഫാനാണ്. പിന്നെ ഞാൻ സാറിന്റെ നാട്ടിലെ ഷൂട്ടിംഗ് കാണാൻ വന്നപ്പോ മതിലിന്റെ മുകളിൽ കയറി പോലീസ് അടിച്ച് ഓടിച്ചിട്ടുണ്ട് തന്നെ. കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാർക്കറ്റ് സെറ്റില് അന്ന് സീമ സാറൊക്കെ ദൂരെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടി. അന്ന് ഞങ്ങൾ സ്കൂളിൽ വിട്ട് മതിലിന്റെ മുകളിൽ കയറിയപ്പോ പോലീസ് അവിടെ നിന്ന് അടിച്ചോടിച്ച് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ, സാറിന്റെ തന്നെ ഫിലിംസിന്റെ പാട്ടുകൾ വെച്ച് നോക്കുമ്പോ സാർ എനിക്ക് ഇപ്പോഴും കമൽ സാറിന്റെ അടുത്ത് ഞാൻ തന്നെ പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ പടം ഇപ്പോഴത്തെ ടെക്നോളജിയില് ഒന്ന് ഇത് ചെയ്തു. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, ഇനി അത് പോസിബിൾ ആവും എനിക്കറിയാം. വയനാടൻ തമ്പാൻ
ബ്രില്യൻ മൂവിയാണ്. അന്നത്തെ കാലത്ത് വിൻസെന്റ് മാസ്റ്റർ വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത്, ഒരു ടെക്നോളജി ഇല്ലാതിരുന്ന കാലത്ത് എടുത്ത സിനിമയാണ്. ഭയങ്കര സിനിമയാണ്, കണ്ടുപോകും. എത്ര പുള്ളി ഏജ്, അതായത് ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ സ്ത്രീകളെ സ്നേഹിച്ച് ചാത്താന് കൊണ്ട് കൊടുക്കും പ്രായം കുറയ്ക്കാൻ വേണ്ടി, കൊണ്ട് ബലി കൊടുക്കും. ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടറാണ്. അങ്ങനെ പോയി അവസാനം ലേറ്റ് ആവുമ്പോൾ 125 വയസ്സോ 150 വയസ്സുള്ള മനുഷ്യനായി അയാൾ മാറും. ഭയങ്കര സീരിയൽ കില്ലർ അല്ലേ എക്സലന്റ്. ഞാൻ സാറിനോട് ചോദിക്കാം, അത് ഒന്നുകൂടി തിരിച്ച് ഇപ്പോൾ വയനാടൻ തമ്പാൻ എടുത്തുവിടുന്നു. അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ ടെക്നോളജിയിൽ എടുത്താൽ ഭയങ്കരമായിരിക്കും, ഞെട്ടിക്കുന്ന സിനിമയായിരിക്കും. എത്ര കാലഘട്ടം മുമ്പാണ് ചെയ്തിരിക്കുന്നത്? 1977 കണ്ടാണ് ആ സിനിമ. ഓക്കെ സാർ, സാറിന്റെ തന്നെ ഫിലിംസിൽ സാർ ഏറ്റവും കൂടുതൽ കേൾക്കണ പാട്ട്, ഇപ്പോഴും കേൾക്കണോണ്ടിരിക്കുന്ന പാട്ട്? പിന്നെയും ഫേവറേറ്റ് ആണ് സാറിന്റെ? ഫേവറേറ്റ്. വേറെ ഒന്നും കൂടെ? ആദ്യമായി കണ്ട നാൾ. ഓ സൂപ്പർ. എത്ര നേരമായി ഞാൻ കാത്തു നിൽപ്പു, ഒന്നിങ്ങനെ നോക്കുമോ വാർത്തകൾ. ഇപ്പോഴും സാറിന്റെ ഫോണിലുണ്ട് ഇതൊക്കെ? അങ്ങനെയില്ല, ഓരോ ഇത് വെച്ചിട്ടാണ്. ഇപ്പൊ എത്ര നേരമായി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജഗതി ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായിരുന്നു. ചേട്ടൻ എപ്പോ കാണുമ്പോഴും അദ്ദേഹം എപ്പോഴും ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് ഒരു മൂളും എൻ്റെ അടുത്ത് പറയും, അങ്ങനെ പാടും. അതുകൊണ്ട് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. അത് ഒരുപാട് പാട്ടുകൾ, എത്ര പാട്ടുകൾ. ജോൺസൺ മാസ്റ്റർ ഏറ്റവും കൂടുതൽ പാട്ട് പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സിനിമയുടെ സക്സസ് ആണ് സാറിന് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയേക്കണേ? അതേപോലെ ഏത് സിനിമയുടെ ഫെയിലിയർ ആണ് ഏറ്റവും വിഷമം തോന്നിയേക്കണേ? ഏത് സിനിമയുടെ സക്സസ് എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അപരൻ തന്നെ പറയും. മോസ്റ്റ് ഹാപ്പിയസ്റ്റ്. കാരണം എൻ്റെ ഒരു ലൈഫ് ഇനി മുമ്പോട്ടുണ്ടോ, അന്ന് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞൊരു കെമിക്കൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. അപ്പോൾ സഞ്ചിയും തൂക്കി കേരളം, തമിഴ്നാടും പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. രാവിലെ ടൈയും കെട്ടി ഇങ്ങനെ നടക്കും. അപ്പോൾ എൻ്റെ സ്വപ്നം ദൈവമായിട്ട് സാക്ഷാത്കരിച്ച് ഇങ്ങനെ തന്നു. ഏറ്റവും നല്ല ഡയറക്ടറും ഏറ്റവും നല്ല ബാനറും ഏറ്റവും നല്ല പ്രൊഡ്യൂസറും അങ്ങനത്തെ ഒരു ഓപ്പണിംഗ് എനിക്ക് തന്നു. അൺബിലീവബിൾ ഡെബ്യൂ. അങ്ങനെയാണ്. ആലോചിച്ച് നോക്കൂ, പത്മരാജ് സാറിനെ പോലത്തെ ഒരു ഡയറക്ടർ, ഹരിപ്പോത്തൻ സാറിനെ പോലത്തെ ഒരു പ്രൊഡ്യൂസർ, സുപ്രിയ ഫിലിംസ് മലയാളത്തെ നമ്പർ 1 ആണ്, എത്ര സിനിമകൾ എടുത്തിട്ടുള്ളത്. തോംസൺ ഫിലിംസ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ അതേപോലെ തന്നെ കോ-ആർട്ടിസ്റ്റ് ആയിടത്തിൽ മധുസാർ അച്ഛൻ തൊട്ട്, സുകുമാരി ചേച്ചി തൊട്ട്, ശോഭന മാം തൊട്ട്, എൻ്റെ വൈഫ് തൊട്ട്, എല്ലാം അങ്ങനത്തെ കാസ്റ്റ്, അത് എല്ലാം കൊണ്ടും ഇങ്ങനെ തന്നിരിക്കും. അതെ, ഈ സിനിമ ഓടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അത് ഓടിയപ്പോഴുള്ള സന്തോഷം. അന്നത്തെ ദിവസം വൈകുന്നേരം, ആ മെയ് മാസം ഒരു 12-ാം തീയതി പത്മനാഭ സാറിന്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം ചേർത്ത് പിടിച്ച് സക്സസ് ആടാ എൻ്റെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേരം ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് അത് തന്നെ ഏറ്റവും സന്തോഷം ഉണ്ടായി. അതേപോലെ എന്താണ് ഇത് സിനിമയുടെ ഫീലാണ് സാറിന് ഏറ്റവും ഹേർട്ട് ചെയ്തത്? ഇതിനെക്കാട്ടും കൂടുതൽ എഫേർട്ട് ഇടാനൊന്നുമില്ല, സാറിന്റെ സൈഡിൽ നിന്നും പെർഫെക്റ്റ് സിനിമ എന്നുള്ള രീതിയിലും പെർഫെക്റ്റ്, പക്ഷെ ആ സമയത്ത് എന്തോ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടില്ല. മേ ബി മകൾ. മകൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നിട്ടില്ല കേട്ടോ. ആ പടം ഓടിയ സിനിമയാണ്, പക്ഷെ എന്തുകൊണ്ടോ ഞാനത് ഇനിയും ഒരുപാട് പ്രതീക്ഷിച്ചു. ഒരുപാട് എനിക്കും സത്യേട്ടനും ക്ലോസ്ഡ് ഹാർട്ടായിരുന്നു ആ സിനിമ. അത്ര നന്നായിട്ട് വരേണ്ട അത്ര ആയില്ലല്ലോ എന്നുള്ളത്, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ സർ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഇന്റർവ്യൂ. ആൻഡ് സാറിന് അറിയില്ല ഞങ്ങളുടെ എത്ര എക്സൈറ്റ്മെന്റ് ആണ് ഹൗസ്ലർ കാണാൻ വേണ്ടിയിട്ട്. ഐ ഹോപ്പ് യു നോ ഹൗ എക്സൈറ്റഡ് വി ആർ. താങ്ക് യു. അതാണ് എനിക്കും ഓഡിയൻസ് പറയാനുള്ളത്. ഒരിക്കലും നിങ്ങളിതൊരു ആക്ഷൻ സിനിമ കാറ്റഗറിയിൽ എടുക്കരുത്. ഹൈലി ഒരു ഇമോഷണൽ ഡ്രാമയാണ് ഇതിനകത്ത്. മാത്രമല്ല ഒരു മെഡിക്കൽ ത്രില്ലർ എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു സേ താങ്ക്സ് ടു കേരള പോലീസ്. കാരണം കേരള പോലീസ് തെളിയിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ബ്രില്യൻസ് ഉപയോഗിച്ച് തെളിയിച്ചിട്ടുള്ള 1-2 കാര്യങ്ങൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതും കൂടി ഈ സിനിമയെ ഒരുപാട് ഞങ്ങൾക്ക് സ്ക്രിപ്റ്റിങ്ങിലും ബാക്കിയെല്ലാം ഹെൽപ്പായിട്ടുണ്ട്. സോ താങ്ക്സ് ടു കേരള പോലീസ് ആൻഡ് എല്ലാം. ഒരു ബ്രില്യൻ ഡയറക്ടറായിട്ടുള്ള മിഥുൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്, പിന്നെ തേനി സുന്ദറിനെ പോലത്തെ ഒരു ക്യാമറമാൻ ആൻഡ് ഓൾ മൈ കോ-ആർട്ടിസ്റ്റ്, ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും, അങ്ങനൊരു കൂട്ടായ്മയായിരുന്നു ഈ സിനിമ. സോ ഓരോ ഇതിൻ്റെ ഒരു ബിൽഡപ്പ് ഇങ്ങനെ പോയി സീൻ പോകുമ്പോൾ പല സമയങ്ങളിലായി പല ആർട്ടിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ടാണ് സിനിമ കൊണ്ടുപോയിട്ടുള്ളത്.
അവരോട് എല്ലാവരും ടോട്ടൽ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. 11th റിലീസ്. കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കുക. താങ്ക് യു സോ മച്ച്.